പന്തളം നഗരസഭയിലെ ജനവിധി അഴിമതി ഭരണത്തിനും വർഗീയതയ്ക്കുമെതിരെയുള്ള താക്കീതെന്ന സിപിഐഎം. പന്തളം നഗരസഭയും കുളനട പഞ്ചായത്തിലെയും LDFന്റെ വിജയം വലിയ രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നതെന്നും സിപിഐഎം നേതാക്കൾ പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിലെ സംഘപരിവാറിന്റെ വളർച്ചയ്ക്ക് തടയിടുന്ന വിജയമാണ് പന്തളത്ത് LDF നേടിയത്. 2020 കേന്ദ്രഭരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു BJP വോട്ട് പിടിച്ചത്. ശബരിമലയും സജീവ പ്രചരണമായുധമാക്കി. എന്നാൽ അധികാരത്തിലെത്തിയ BJP ജനങ്ങളെ മറന്നുള്ള ഭരണമാണ് നടത്തിയത്. ഒരു കുരങ്ങൻ്റെ ഒരു പൂമാല കിട്ടിയാൽ എങ്ങനെയായിരിക്കും? ആ കിട്ടിയ ഭരണമെന്ന പൂമാലയെ കുരങ്ങൻ പിച്ച് ചീന്തെറിയുന്ന പോലെ കളഞ്ഞു. അതിന് കൈയടിച്ചു കൊടുത്തു കോൺഗ്രസ്. അതിൻ്റെ റിസൾട്ടാണ് എല്ലാ കുപ്രചരണങ്ങളെയും അതിജീവിച്ചാണ് അവിടെ 14 അംഗങ്ങളുള്ള ഏറ്റവും വലിയ കക്ഷിയായി LDF മാറിയത്. പന്തളവും കുളനടയും വ്യക്തമായ ദിശാസൂചനയാണ് രാഷ്ട്രീയ കേരളത്തിന് നൽകുന്നത്. എന്നുവെച്ചാൽ ശബരിമല അയ്യപ്പൻ്റെ ആസ്ഥാനമായ കൈപ്പുഴ ക്ഷേത്രം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിൽക്കുന്ന കുളനടയാണ്. ഈ കുളനടയും പന്തളവും തമ്മിൽ വലിയ വൈകാരിക ബന്ധമുള്ള സ്ഥലങ്ങളാണ്. ആ കുളനടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 1987 ശേഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണം കിട്ടുന്നത്. ഈ അയ്യപ്പൻ്റെ പേര് പറഞ്ഞുള്ള വലിയ പ്രചരണം നടത്തിയ സ്ഥലമാണ് കുളനടയും. അവിടെ BJP കഴിഞ്ഞ 10 വർഷക്കാലം അവരുടെ ഭരണമിരുന്ന് അഴിമതിയും കെടുകാര്യസ്ഥതയുടെയും പര്യായമായി. പന്തളം നഗരസഭയിലെ തോൽവി BJPക്ക് കനത്ത തിരിച്ചടിയാണ് പത്തനംതിട്ട ജില്ലയിലും സംസ്ഥാനത്തും നൽകുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.